വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മളുള്ളത് അല്ലേ. ദുൽഹജ്ജ് മാസത്തിന്റെ പ്രത്യേകതകൾ പഠിച്ചു. ഈ ദുൽഹജ്ജ് മാസത്തിൽ ചെയ്യേണ്ട ഇബാദത്തുകളെ കുറിച്ച് പഠിച്ചു. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഈ ദുൽഹജ്ജ് മാസത്തിൽ സംഭവിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഒന്നും തന്നെ സ്വീകരിക്കാതെ പോകും. അത് മാത്രമല്ല, നമ്മുടെ ജീവിതം പോലും നശിപ്പിച്ച് കളയാൻ ആ കാര്യങ്ങൾക്ക് പവറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നില്ല എങ്കിൽ ദുൽഹജ്ജിലെ ഒരമലും അല്ലാഹു തആല സ്വീകരിക്കൂല. വലിയ അപകടം ചെയ്യുമത്. ദുൽഹജ്ജ് എത്തിയിട്ട് ദുൽഹജ്ജിന്റെ പ്രതിഫലം നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മളെക്കാൾ വലിയ പരാജയത്തിലുള്ളവരാരുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെക്കാൾ വലിയ പരാജിതരാരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഈ ദുൽഹജ്ജ് മാസത്തിൽ, പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ പത്തിൽ എന്ത് നന്മ ചെയ്താലും അതിന് ഇരട്ടി പ്രതിഫലമുണ്ട് അല്ലേ. അള്ളാഹ് ബഹുമാനിച്ചതിൽ എന്ത് നന്മ ചെയ്താലും ഇരട്ടി പ്രതിഫലമാണ്, ഇരട്ടിക്കും മേലാണ്. എത്രയാണെന്ന് നമുക്ക് അൺകൗണ്ടബിൾ ആണ്, നമുക്കതൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. നമ്മുടെ ഈമാനിന്റെ തോതനുസരിച്ച് അള്ളാഹു ഇങ്ങനെ വിശാലാർത്ഥത്തിൽ നമുക്ക് കൂലി തന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഇവിടെ ഈ ദുൽഹജ്ജ് മാസം പോലെ അള്ളാഹ് ബഹുമാനിച്ച സമയത്ത് തിന്മകൾ ചെയ്താലോ അന്നൽ മഅസിയത ഫീഹാ അശദ്ദു ഇഖാബ. അല്ലാഹു റബ്ബുൽ ആലമീൻ ബഹുമാനിച്ച ഇത്തരം മാസങ്ങളുണ്ടല്ലോ, ഇത്തരം സമയങ്ങൾ, അവിടെ ആ സന്ദർഭത്തിൽ തെറ്റുകൾ ചെയ്താൽ അതികഠിനമായ ശിക്ഷയുണ്ട്. അപ്പൊ തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. വിശുദ്ധമായ ദുൽഹജ്ജ് മാസം കിട്ടിയിട്ട് തെറ്റുകൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളെ കാര്യം കഴിഞ്ഞു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹ്ക്ക് നിങ്ങളെ ഇഷ്ടമാണോ എന്ന് അറിയാൻ ഒരു വഴിയുണ്ട് എന്നാണ്. അള്ളാഹുവിന് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അള്ളാഹ് ബഹുമാനിച്ച സമയങ്ങളിൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹ് തൗഫീക്ക് നൽകും. അള്ളാഹ് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ, അതായത് ഇപ്പൊ സാധാരണ ചില ആളുകൾ നമ്മൾ കാണും, സാധാരണ നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂടുതലൊന്നും അങ്ങനെ ചെയ്യില്ല. പക്ഷെ അള്ളാഹ് ബഹുമാനിച്ച സമയം വരുമ്പോൾ ഒന്നങ്ങ് റെഡിയായി. ലൈലത്തുൽ ഖദ്ർ വരുമ്പോൾ രാത്രി മുഴുവൻ ഇഅ്തികാഫിരിക്കുന്നവർ, രാത്രി മുഴുവൻ ഇബാദത്തിലിരിക്കുന്നവർ, ഇതുപോലെയുള്ള വിശുദ്ധമായ ദിവസങ്ങൾ വരുമ്പോൾ അവർക്ക് വലിയ സന്തോഷം, കൂടുതൽ ഇബാദത്ത്. റബീഉൽ അവ്വൽ വരുമ്പോൾ കൂടുതൽ ഇബാദത്ത്. അങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ ബഹുമാനിച്ച സന്ദർഭങ്ങളിൽ കൂടുതൽ അമലുകൾ ചെയ്യാൻ അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് തൗഫീക്ക് നൽകും. ഇനി അള്ളാഹ് വെറുത്തവരാരാണ്? അള്ളാഹ് വെറുത്തവർ ഇത്തരം മനോഹരമായ അല്ലാഹു റബ്ബുൽ ആലമീൻ ബഹുമാനിച്ച ദിനരാത്രങ്ങൾ കിട്ടുമ്പോൾ തെറ്റുകൾ ചെയ്യുന്നവർ അല്ലാഹു റബ്ബുൽ ആലമീൻ വെറുത്തവരാണ്, പടച്ചവനാൽ വെറുക്കപ്പെട്ടവരാണവർ. യാ റബ്ബി, നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഈ ദുൽഹജ്ജ് കിട്ടിയിട്ട് അള്ളാഹുവിന്റെ സ്നേഹം മേടിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? കൂടുതൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മൾ പറഞ്ഞു, നോമ്പുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, സ്വലാത്തിന്റെ ദിക്റുണ്ട്, എല്ലാ അമലും ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഈ അമലുകളൊന്നും തന്നെ അള്ളാഹു സ്വീകരിക്കില്ല. ഈ വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയാൽ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കില്ല, ദുൽഹജ്ജ് സ്വീകരിക്കില്ല, നമ്മുടെ കുടുംബത്തിൽ നാശമാണ്, നമുക്ക് തന്നെ അപകടമാണ്, നമ്മുടെ ദുനിയാവും ആഖിറവും പരാജയത്തിലായി പോകും. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. യാ അല്ലാഹ്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിച്ചാലോ? അല്ലാഹു റബ്ബുൽ ആലമീൻ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നാമത്തേത് നിസ്കാരമാണ്. നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, എന്ന് പറഞ്ഞാൽ നിസ്കാരമില്ലായ്മയുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ സാധാരണ സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ച് പഠിച്ചു, സുന്നത്തായ ആ അമലിനെ കുറിച്ച് പഠിച്ചു, കുറെ ദിക്ർ പഠിച്ചു, സ്വലാത്ത് പഠിച്ചു, ഒക്കെ പഠിച്ചു. ദുൽഹജ്ജ് മാസത്തിൽ ഓതാനും ചൊല്ലാനുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഫർലായ നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണതെങ്കിൽ ആ അമലുകളൊന്നും തന്നെ സ്വീകരിക്കൂല. നിർബന്ധമായത് ആദ്യം ചെയ്താൽ, നിർബന്ധമായത് ചെയ്തിട്ടേ ഫർള് ചെയ്തതിന് കൂലിയോ സുന്നത്ത് ചെയ്തതിന് കൂലിയുള്ളൂ. നിർബന്ധമായതിനെ ഒഴിവാക്കിയാൽ നമുക്കൊരു പ്രതിഫലവും അവിടെ ലഭിക്കില്ല എന്നുള്ളതാണ്. നിസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നിസ്കാരം ഇസ്ലാമിൽ ഫർളാക്കപ്പെട്ട കാര്യമാണ്. അള്ളാഹുവുമായുള്ള മുനാജാത്താണ്. നിസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു പന്നിയുടെയോ ഒരു നായയുടെയോ വില പോലുമില്ല. അതെന്താ? ഇസ്ലാമില് ഒരു മനുഷ്യനെ കണ്ടാൽ, ഒരു അസുഖബാധിതനായ മനുഷ്യനെ കണ്ടാൽ ശുക്റിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അയാളുടെ മുമ്പിൽ വെച്ചല്ല, മാറി നിന്നിട്ട് സുജൂദ് ചെയ്യണം. അയാൾക്കൊരു വിഷമാകരുതല്ലോ. നമ്മൾ ശുക്റിന്റെ സുജൂദ് ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ, പടച്ചോനെ എനിക്ക് നീ അത്തരം രോഗം തന്നില്ലല്ലോ അല്ലാഹ്. അങ്ങനെ ബലാവ് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ കാണുമ്പോൾ നമുക്ക് മാറി നിന്ന് ശുക്റിന്റെ സുജൂദ് ചെയ്യാം. എന്നാൽ നിസ്കരിക്കാത്തവനെ കണ്ടാൽ അവന്റെ മുമ്പിൽ വെച്ച് സുജൂദ് ചെയ്യണം. പടച്ചോനെ, ഇത്തരം ഒരു ശപിക്കപ്പെട്ടവനായി നീ എന്നെ മാറ്റിയില്ലല്ലോ അല്ലാഹ്,
ഇത്തരം നശിച്ചൊരു സ്വഭാവമുള്ളവനായി നീ എന്നെ മാറ്റിയില്ലല്ലോ അല്ല, എനിക്ക് നിസ്കരിക്കാൻ തൗഫീഖ് തന്നല്ലോ അല്ല. അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന അത്ര പോലും വിലയില്ല. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിസ്കരിക്കാത്തവനെ ഇസ്ലാമിക ഭരണമുള്ള രാജ്യമാണെങ്കിൽ നിസ്കരിക്കാത്തവനെ കൊല ചെയ്യണം, രാജാവ് കൊല ചെയ്യണം. നമ്മളതിന് പോകണ്ട. ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് മുസ്ലിംകളുടെ കാര്യമുണ്ട് പറയണേ. നിസ്കരിക്കാത്ത മുസ്ലിം ആണെങ്കിൽ രാജാവ് അവന്റെ തല വെട്ടണം. തല വെട്ടിയിട്ട് മുസ്ലിംകളെ കബറടക്കുന്ന കബർസ്ഥാനിൽ കൊണ്ടുപോയി കബറടക്കിയിട്ട് അവിടെ ഒരു ബോർഡ് വെക്കണം, നിസ്കരിക്കാത്തതിനാൽ കൊല ചെയ്യപ്പെട്ടവൻ. ഇസ്ലാമില് ഒരു പന്നിയുടെയോ ഒരു നായയുടെയോ തലവെട്ടാൻ പറയണില്ല, നിസ്കരിക്കാത്തവന്റെ തലവെട്ടാനാ പറയണേ. ഒരു പന്നിയുടെയോ ഒരു നായയുടെയോ വില പോലും നിസ്കരിക്കാത്തവന് ഇസ്ലാമിലില്ല. സ്വന്തം മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ നിസ്കരിക്കാത്ത വാപ്പക്ക് അവകാശമില്ല. ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ നിസ്കാരത്തിനുള്ള മടി, ഇബാദത്തിനുള്ള മടി, അതിന്റെ കാരണം എന്താ? നമ്മുടെ ഖൽബ് ചത്തുപോയത് കൊണ്ടാണെന്ന് അള്ളാഹുവിന്റെ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. ഖൽബിൽ ഈമാനില്ല, ഖൽബിൽ ഇഖ്ലാസില്ല, ഖൽബിൽ അള്ളാഹുവിന്റെ നൂറില്ല. ഖൽബ് ചത്തുപോയിട്ടുണ്ടോ നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല. നമുക്ക് ഇബാദത്തുകളിൽ ഒരു മടി തോന്നും എന്നുള്ളതാണ്. യാ അല്ലാഹ്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിസ്കാരമില്ലാത്തൊരവസ്ഥ ഈ പറയുന്ന ദുൽഹജ്ജ് മാസത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് പ്രതികൂലമായി ബാധിക്കും. നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ അത് കാരണമായി തീരും. നിസ്കാരം, ഫർള് നിസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം അല്ല, നിസ്കരിക്കുന്നതോടൊപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, നാവ് കൊണ്ട് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുക. നാവ് കൊണ്ടൊരു മനുഷ്യനെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരമലും അല്ലാഹു തആല സ്വീകരിക്കൂല. നമുക്ക് ഒരു അമല് കൊണ്ടും ഒരു ഗുണം ഉണ്ടാവൂല എന്നാണ്. നാളെ ആഖിറത്തിൽ ഒരു മനുഷ്യൻ വരും. അയാൾ ഒരുപാട് അമലുകളും കൊണ്ടാ വരണേ. പക്ഷേ അയാളുടെ കിതാബ് ഇടത്തെ കയ്യിലാ കിട്ടുക, ഇടത് കയ്യിൽ കിതാബ് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ആ മനുഷ്യൻ ഇങ്ങനെ കിതാബ് തുറന്ന് നോക്കുമ്പോ അവൻ ചെയ്ത നന്മകളൊന്നും അതിൽ കാണൂല, ചെയ്യാത്ത തിന്മകൾ ഇങ്ങനെ കുമ്പാരമായി അതിൻ്റെ അകത്ത് നിൽപ്പുണ്ട്. സുബ്ഹാനക യാ റബ്ബ്. ആ മനുഷ്യൻ ചോദിക്കും, യാ റബ്ബി, പടച്ചവനെ, ഞാൻ ചെയ്ത നന്മകളൊക്കെ എവിടെ? ഇത് ഞാൻ ചെയ്യാത്ത തിന്മകൾ ഇതിൽ നിറഞ്ഞിരിക്കുന്നു. അള്ളാഹു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, നീ നന്മകൾ ചെയ്തപ്പോ മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നാൻ പോയിട്ടുണ്ട്, മറ്റുള്ളവനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പരാതി പറഞ്ഞു വന്ന മനുഷ്യർക്കൊക്കെ നിന്റെ അമലുകൾ വീതം വെച്ചു കൊടുത്തു. അവസാനം വീതിച്ചു കൊടുക്കാൻ അമലില്ലാതെ വന്നപ്പോ നിന്റെ മേൽ പരാതി പറഞ്ഞവർക്ക് അവരുടെ തെറ്റുകൾ എടുത്ത് നിന്റെ മേൽ തന്നു, അവരുടെ തിന്മകൾ നിന്നിലേക്ക് തന്നു എന്നാണ്. യാ അല്ലാഹ്. അങ്ങനെ നീ ചെയ്ത നന്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടു, നിനക്ക് തിന്മകളുടെ കൂമ്പാരമായി തീരുകയും ചെയ്തു, നിന്റെ കിതാബ് തിന്മകൾ കൊണ്ട് നിറയുകയും ചെയ്തു. ഒന്ന് അർത്ഥം നോക്കി, നമ്മൾ ഈ ദുൽഹജ്ജിൽ എല്ലാ നന്മകളും ചെയ്യേണ്ട, മറ്റുള്ളവരെ കുറ്റവും കുറവും പറയുകയാണെങ്കിലോ? ഒരിക്കലും സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഞങ്ങളും ഉള്ള കാര്യമല്ലേ നബിയെ പറയണത്? സ്വഹാബ, ഉള്ള കാര്യം പറയേണ്ടതിനാണ് കുറ്റം പറയാന്ന് പറയണത്. ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അത് കുറ്റം പറയലല്ല, അത് കളവ് പറയലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കുന്നതിന്റെ ഗൗരവം. ഒരിക്കല് സഅദ് റളിയല്ലാഹു അൻഹു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല ആ ചരിത്രം. സഅദ് ഇങ്ങനെ ക്ലാസ് എടുക്കാണ് സ്വഹാബത്തിന്. ക്ലാസ് എന്ന് പറഞ്ഞാൽ രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറഞ്ഞു കൊടുത്തു പോയ ഹദീസുകൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ കുറച്ച് ഇറച്ചിയുമായിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോണത്. പാവപ്പെട്ട അഹ്ലുസുഫയുടെ സ്വഹാബത്തല്ലേ, ഇറച്ചി കണ്ടിട്ട് കുറെ നാളായി. അപ്പൊ സ്വഹാബത്തിനൊരു ആഗ്രഹം, അല്പം ഇറച്ചി മുത്തുനബിയോട് ചോദിക്കാൻ പറ്റുമോ? ആരാ പോവാ? സഅദ് തന്നെ പോട്ടെ. മുത്തുനബിയോട് അല്പം ഇറച്ചി ചോദിക്കാവോ? ഞങ്ങളൊക്കെ കൊതിയായിട്ടിരിക്കുകയാണ്, ഒരുപാട് നാളായി ഇറച്ചി കഴിച്ചിട്ട്. സഅദ് റളിയല്ലാഹു അൻഹു ഇറച്ചി ചോദിക്കാൻ പോവാണ്. അപ്പോഴാണ് ആ കൂട്ടത്തിൽ നിന്നുള്ള സ്വഹാബത്ത്, വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല, സഅദിന് ഇപ്പൊ ഇതെന്തിന്റെ കേടാണ്, ഇതിപ്പോ എന്താ വേണ്ടാത്തൊരു പരിപാടി, റസൂലുള്ളാഹി എടുത്തിട്ട് പോയ ക്ലാസ് അല്ലേ, ഇനിയിപ്പോ വീണ്ടും എടുക്കണോ? സഅദിന്റെ അഭാവത്തിൽ സഅദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ഇതൊന്നും കേട്ടില്ലല്ലോ, നേരെ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലെത്തി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുത്തുനബിക്ക് സലാം പറയുന്നുണ്ട്. നബിയെ, അങ്ങേക്കൊരു മനുഷ്യൻ ഇറച്ചി കൊണ്ടുവരണത് കണ്ടു. സ്വഹാബത്ത് പാവങ്ങളാണ്, ഒരു കൊതിയുണ്ട് നബിയെ മാംസം കഴിക്കാൻ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഅദേ, അവരിപ്പോ ഇറച്ചി കഴിച്ചല്ലോ. അല്ലാഹു റബ്ബി, ഇപ്പൊ ഇറച്ചി കഴിച്ചെന്നോ? ഞാൻ ഇപ്പോഴല്ല അവിടെ നിന്ന് പോകുന്നത്, എന്നെ ഓടിച്ചു വിട്ടിട്ട് ഇറച്ചി കഴിച്ചതായിരിക്കോ? സഅദ് റളിയല്ലാഹുവിന്റെ മനസ്സിങ്ങനെ കടന്ന് കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങി. കാരണം ഇത് പറഞ്ഞതാരാ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നേരെ ഓടിച്ചില്ലാണ് സ്വഹാബത്തിനോട്, സ്വഹാബ, നിങ്ങൾ ഇറച്ചി കഴിച്ചു എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ടല്ലോ. എന്ത് വർത്താനാണ് സഅദേ പറയണത്? ഞങ്ങൾ ഇറച്ചി കഴിച്ചെന്നോ? അല്പം ഇറച്ചി കഴിക്കാൻ കൊതിയുള്ളത് കൊണ്ടാണ് നിങ്ങളെ പറഞ്ഞു വിട്ടത് മുത്തുനബി തങ്ങളുടെ അടുക്കലേക്ക്.
പക്ഷേ റസൂൽ അങ്ങനെ പറഞ്ഞെങ്കിൽ വല്ലാതെ പേടിച്ചു ഈ സ്വഹാബത്ത്. ഓടിപ്പോണില്ല ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ഇറച്ചി കഴിക്കാൻ കൊതിയുള്ളത് കൊണ്ട് ചോദിച്ചതാണ് യാ റസൂലല്ലാഹ്. ഒരു മനുഷ്യൻ വന്നിങ്ങനെ ഇറച്ചി കൊണ്ടുവന്ന് തരുന്നത് കണ്ടു അങ്ങേക്ക്. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇറച്ചി തിന്നല്ലോ, നിങ്ങളിപ്പോൾ ഇറച്ചി തിന്നല്ലോ. നബി, ഇല്ല നബിയെ, ഞങ്ങൾ തിന്നിട്ടില്ല. തിന്നിട്ടില്ല നബിയെ. സ്വഹാബത്ത് വല്ലാത്തൊരു സങ്കടത്തിലായി. എന്നാലേ ആ വായിൽ നിന്ന് തുപ്പിക്കേ, എല്ലാവരും ഒന്ന് തുപ്പിക്കേ, ഉമിനീരൊന്ന് തുപ്പ്. സ്വഹാബത്തൊന്ന് തുപ്പി നോക്കുമ്പോഴേക്ക് വായിൽ നിന്ന് അതാ പച്ചമാംസം കടിച്ച് ചവച്ച ആ ഒരു ചോര പോലെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഇറച്ചി കഷ്ണം ചവച്ച ചൊവ വായിൽ വരികയാണ്, ചോര വായിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാണ്. സ്വഹാബത്ത് പരിഭ്രാന്തരായി. എന്താണ് നബിയെ സംഭവിക്കുന്നത്? ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഞങ്ങൾ ഇറച്ചിയൊന്നും കഴിച്ചിട്ടില്ല നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, നിങ്ങൾ കഴിച്ചത് സഅദിന്റെ ഇറച്ചിയാണ്. ഒരാൾ പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അത് കേട്ടു. എന്തേ പറഞ്ഞു? സഅദിനിപ്പോ എന്തിനാ വേണ്ടാത്ത പണി? റസൂൽ എടുത്തിട്ട് പോയ ക്ലാസ്സല്ലേ. ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടാത്തത് അയാളുടെ അഭാവത്തിൽ പറഞ്ഞാൽ യാ അല്ലാ, അതാ മനുഷ്യന്റെ പച്ചമാംസം കൊത്തിവലിക്കുന്നത് പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തൊക്കെ സഅദിനോട് വാപ്പ് പറഞ്ഞു. അപ്പൊ നമ്മള് ഈ ദുൽഹജ്ജ് മാസം കിട്ടിയിട്ട് മറ്റുള്ളവരുടെ പച്ച ഇറച്ചി നിന്ന് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഒരമലും അല്ലാഹു സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, നമ്മൾ നാശത്തിലായി പോകും. കാരണം എന്താ? നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട്, അത് മുഴുവൻ മറ്റൊരാൾക്ക് കൊണ്ട് വീതിച്ചു കൊടുക്കുക. ഒരമല് നമുക്ക് കിട്ടൂല. ഇത്ര വലിയ അപകടമാണത്. അപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ്, നാവ് കൊണ്ട് ഒരു മനുഷ്യനെയും കുറ്റം പറയാൻ പാടില്ല. നാവ് കൊണ്ടെന്നല്ല, കൈ കൊണ്ടായിക്കോട്ടെ. ഇപ്പൊ മെസ്സേജസ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒരാളെ പച്ചക്ക് തെറി വിളിക്കുക, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക. നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രമല്ല മോനെ, നീ കാരണം ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ കഥ കഴിഞ്ഞു. നിന്റെ മുഴുവൻ ഇബാദത്തുകളും. ചില ട്രോളന്മാരുണ്ട് ഫേസ്ബുക്കില്. ട്രോളന്മാർ, ആലിമീങ്ങള് ട്രോളാ. ഏതൊരു ട്രോളും ആ ട്രോളിയിട്ട് നീ നിസ്കരിക്കാൻ പോവല്ലേ, ആ നിസ്കാരമൊക്കെ ആ മനുഷ്യന് കിട്ടിപ്പോയി. യാ അല്ലാഹ്, നിന്റെ കാര്യം അതോ ഗതിയിലാന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനി മൂന്നാമത്തേത് പിണക്കങ്ങൾ. ചില ആളുകൾ പിണങ്ങിയിരിക്കുകയാണ്. ഈ ദുൽഹജ്ജ് മാസം വന്നിട്ടും പിണങ്ങാ, കുടുംബക്കാരോട്, അയൽക്കാരോട്, സുഹൃത്തുക്കളോട്. ഇവരുടെ എന്ത് അമല് ചെയ്താലും അത് തള്ളപ്പെടും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പറഞ്ഞു, ദുആ മജ്ലിസ് നടക്കാൻ, ദുആ ചെയ്യാൻ പോകുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതായത് ഈ സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ചവനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോണേ, ദുആ അല്ലാഹു സ്വീകരിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളാ പറയണേ, മുത്തുനബി തങ്ങളാ. അള്ളാന്റെ ഹബീബിന്റെ ദുആ പോലും സ്വീകരിക്കാതിരിക്കാൻ ആ സദസ്സിൽ കുടുംബ ബന്ധം മുറിച്ച ഒരുത്തനുണ്ടായാൽ മതി എന്നാണ്. യാ അല്ലാഹ്, തങ്ങൾ നമുക്കത് പഠിപ്പിച്ചു തരാൻ. അപ്പൊ കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ, അയൽപ്പക്ക ബന്ധം മുറിച്ച ആളുകൾ, അയൽക്കാരോട് മോശമായി പെരുമാറുന്നവർ. ഒരിക്കല് ഒരു സ്ത്രീയെ കുറിച്ച് മുത്തുനബിയോട് പറയപ്പെട്ടു, യാ റസൂലല്ലാഹ്, ഒരു സ്ത്രീ, അവര് ഭയങ്കര നന്മയാണ് നബിയെ. ഫർദ് നിസ്കാരം പോയി, സുന്നത്തും പോയി, എല്ലാവരും പോയി, ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യും. പക്ഷേ അവരുടെ അയൽക്കാരെ ചെറുതായിട്ടൊന്ന് വേദനിപ്പിച്ചിട്ടുണ്ട് നബിയെ. ഒട്ടും ആലോചിച്ചില്ല മുത്തുനബി തങ്ങളെ. ഹിയ ഫിന്നാർ, അവള് നരകത്തിലാണ്. മറ്റൊരു സഹോദരിയെ കുറിച്ച് പറയപ്പെട്ടു, യാ റസൂലല്ലാഹ്, വലിയ അമലുകളൊന്നുമില്ല, ഫർദ് നിസ്കരിക്കും, എപ്പോഴെങ്കിലൊക്കെ സുന്നത്തൊക്കെ അങ്ങനെ നിസ്കരിക്കും, പക്ഷേ ഈ അയൽപ്പക്ക ബന്ധം വളരെ നീറ്റാണ് നബിയെ. ഹിയ ഫിൽ ജന്ന, അവള് സ്വർഗത്തിലാണ്. ധാര പറയണേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ എന്ത് അമല് ചെയ്താലും, കുടുംബ ബന്ധം മുറിച്ചാല്, അയൽപ്പക്ക ബന്ധം മുറിച്ചാല്, നമ്മുടെ ഒരമലും അല്ലാഹു തആല സ്വീകരിക്കൂല. എത്ര വലിയ ഡേഞ്ചറാണത്. ഇനി ചില കാരണങ്ങൾ കൊണ്ട് മിണ്ടാതിരിക്കാം. അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാരണങ്ങളായിരിക്കാം. അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇത് നമ്മൾ സ്വത്തിന്റെ പേരിൽ, കുശുമ്പിന്റെ പേരിൽ, അസൂയയുടെ പേരിൽ, അലക്കുവെള്ളം തെറിച്ചതിന്റെ പേരിൽ, എന്തെല്ലാം കാര്യങ്ങളുടെ പേരിലാണ് മിണ്ടാതിരിക്കണേ. നിന്റെ അയൽക്കാരൻ നിന്നെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിനക്ക് സ്വർഗമില്ല എന്നല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പൊ സൂക്ഷ്മത പാലിക്കണം. അയൽപ്പക്ക ബന്ധം, കുടുംബ ബന്ധം, സുഹൃത്ത് ബന്ധം, സാമൂഹികമായ ബന്ധം, ഇവിടെയൊക്കെ പിണക്കങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കാതിരിക്കാൻ അത് കാരണമായി തീരുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ദുൽഹജ്ജ കിട്ടിയിട്ട് നമ്മളിങ്ങനെ എല്ലാ അമലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ എത്ര വലിയ ഡേഞ്ചർ സോണിലാണ് നമ്മളുള്ളത്, അല്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി ചെയ്യാൻ പാടില്ലാത്ത നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ നോമ്പ് അനുഷ്ഠിക്കല് ചില സമയത്ത് ഹറാമാണ്. നമുക്കൊക്കെ അറിയാം, പെരുന്നാൾ ദിവസം നോമ്പ് പിടിക്കാൻ പാടില്ല. ചില സുന്നത്ത് നോമ്പല്ലേ, ഞങ്ങോട്ട് പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് പിടിക്കാൻ പാടില്ല. പിറ്റേന്ന് അയ്യാമുത്ത ശരീക്കിന്റെ ദിവസങ്ങൾ, അല്ലേ?
ദുൽഹജ്ജ് 12, ദുൽഹജ്ജ് 11, 12, 13. ദുൽഹജ്ജ് 11 ഞാൻ നോമ്പ് പിടിക്കുകയാണ്, അല്ലെങ്കിൽ ദുൽഹജ്ജ് 13 നോമ്പ് പിടിക്കുകയാണ്, അങ്ങനെ നോമ്പ് പിടിക്കാൻ പറ്റൂല. അപ്പൊ നോമ്പ് പെരുന്നാൾ ദിവസവും അയ്യാമു തശ്രീക്കിന്റെ 3 ദിവസവും ദുൽഹജ്ജ് 13 വരെ നോമ്പ് ഹറാമ് തന്നെയാണ്, നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. 5-മത്തേത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഉദഹയ്യത്ത് അറുക്കാൻ ഉദ്ദേശിച്ച ആളുകൾ ദുൽഹജ്ജിന്റെ ആദ്യം മുതൽക്ക്, അതായത് ഇന്നലെ മുതൽ അവരുടെ നഖം, രോമം, അതുപോലെ തന്നെ മുടി തുടങ്ങി ഒന്നും തന്നെ ശരീരത്തിൽ നിന്ന് നീക്കാൻ പാടില്ല. ഈ ഉദഹയ്യത്തിന്റെ മൃഗം നിങ്ങൾക്ക് സുറാത്ത് പാലത്തിൽ വാഹനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മുടെ എല്ലാ അമലുകളും, നമ്മുടെ എല്ലാ ശരീരത്തിലെ ഓരോ വസ്തുവും അള്ളാന്റെ മുമ്പിൽ സാക്ഷി നിൽക്കുമാറ് നമുക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ പറയുന്ന കാരണങ്ങൾ. നമ്മുടെ ശരീരത്തിൽ നിന്നൊരു മുടി പോലും നീക്കാൻ പാടില്ല എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ ഉദഹയ്യത്തിന്റെ മൃഗത്തിനെയൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഉദഹയ്യത്തിന്റെ മൃഗത്തെ കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ പറയണം. ഇനി ഉദഹയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ചവർ പള്ളിയിൽ ഷെയർ ചേർന്നിട്ടുണ്ട്, ഷെയർ ചേർന്ന മൃഗത്തെ കണ്ടിട്ടില്ല, ഒന്ന് പോയി കാണുക, അതിനൊന്ന് തലോടുക. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനായ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ പോയപ്പോഴുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ, ഒരു സങ്കടാത്മകമായ മനോഗതി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം എന്നാണ്. ആ പോത്തിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ മനസ്സൊന്ന് പിടക്കണം, അള്ളാഹുവിലേക്കാണ്. ഞാൻ ഒരുപാട് സ്നേഹിച്ച മൃഗാണ് റബ്ബേ, നിനക്ക് വേണ്ടി ഞാൻ ബലി ചെയ്യുന്നു അല്ല, നിനക്ക് വേണ്ടി ഞാൻ ബലി നൽകുന്നു അല്ല. ആ ഒരു ബോധ്യത്തിൽ അർത്ഥമെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കുള്ളൂ. അപ്പൊ ഒരു സങ്കടകരമായി ദുൽഹജ്ജ് 1 മുതൽ 10 വരെ, കുറച്ചവനെ 10 ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ മകനെ പോലെ സ്നേഹിച്ച ഈ മൃഗത്തെ ഞാൻ അറുത്തു കൊടുക്കണമല്ലോ എന്നുള്ള സങ്കടത്തിലും കൂടെയാണ് ആ താടിയും മൂടിയൊക്കെ നീട്ടി വളർത്താൻ പറയണെന്ന്. ഏതായാലും ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഈ ദുൽഹജ്ജ് മാസത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതുണ്ടായാൽ നമ്മുടെ ജീവിതം തകരും, അതുപോലെ ഒരമലും സ്വീകരിക്കാതെ വരും. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ കൃത്യാക്കൂലേ, എന്തുണ്ടെങ്കിലും പൊരുത്തപ്പെടിച്ചോട്ടോ. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.